മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ സർവർ തകരാർ. സേവനങ്ങൾ നിലച്ചതോടെ രാവിലെ മുതൽ കാത്തുനിൽക്കുന്ന ആളുകൾ പ്രതിഷേധിക്കുകയാണിപ്പോൾ. സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രശ്നമുണ്ട് എന്നാണ് അധികൃതരുടെ വിശദീകരണം. സോണൽ കൃഷ്ണ സ്ഥലത്തുണ്ട്. സോണൽ, ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ടോ? എന്ത് തരത്തിലുള്ള സാങ്കേതിക തകരാറാണ് സംഭവിച്ചതെന്നാണ് വിശദീകരിക്കപ്പെടുന്നത്? സ്മൃതി, ഞാനുള്ളത് മലപ്പുറം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുൻവശത്താണ്. നമുക്ക് ഇവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടം കാണാം. രാവിലെ 6 മണിയോടെ എത്തിയ ആളുകളാണ്. ഇതുവരെ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. സർവർ തകരാറ് മൂലമാണ് ഈ പ്രതിസന്ധി എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിലാകെ ഇത്തരം പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് അധികൃതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. ഏകദേശം 1300 മുതൽ 1200 വരെയുള്ള പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് ഓരോ ദിവസവും ഇവിടെ പുരോഗമിക്കുക. പക്ഷേ സമയം ഇപ്പോൾ 1 മണിയോട് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലും ഒരൊറ്റ സർവീസ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർക്കുള്ള ആശങ്ക. ഒരുപാട് നേരമായില്ലേ? ഒരുപാട് നേരം. ഇതിന്റെ മുന്നേ വന്നവർ ഇവരൊക്കെ 7 മണിക്ക് വന്നവരാണ്. നേരത്തെ വരുമെന്ന് ആ സമയം വരെ ഉള്ളിൽ നിൽക്കുകയാണ്. ഒന്നും നടന്നിട്ടില്ല, സംഭവം ഒന്നും ശരിയായിട്ടില്ല. ആശങ്കയാണ്. ഉള്ളിലുള്ളവരൊന്നും ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഷുഗറുള്ളവരുണ്ട്, പ്രഷറുള്ളവരുണ്ട്, അവരൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഛർദ്ദിക്കവരുണ്ട്. ശരിയാവുന്ന അവർ ഉറപ്പ് പറയില്ല. ഒരുപാട് നേരമായില്ലേ? അതായത് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ രാവിലെ 7 മണി, 8 മണി, 9 മണിക്ക് അവിടെ വന്നിട്ടുണ്ട്. അതിൽ വീൽ ചെയർ വന്ന ആളുകളുണ്ട്, നടക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, പല ആളുകളുണ്ട്. അഥവാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുടിവെള്ളത്തെ സംവിധാനം ഇവിടെ ഇല്ല, ആവശ്യക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ഇതെല്ലാവരും വിയർത്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് വന്ന ആളുകൾക്ക് ഒരു പുതിയ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിന് സംവിധാനം ഇവർ ചെയ്തു തരണം. പ്രധാനമായിട്ട് പറയാനുള്ളത്. വല്ലാത്തൊരു സങ്കടം. നോക്കി നിങ്ങൾ, ഫാനിൻ്റെ കോല അവിടെ ഉണ്ട്, ഫാനില്ല. ഫാനിൻ്റെ കോല ഇവിടെ ഉണ്ട്, ഫാനില്ല. അപ്പോൾ ഇതല്ലല്ലോ വേണ്ടത്. ഒരു പൊതു വ്യവസ്ഥ, ഒരു പൊതുവേദിയുള്ള ഒരു പൊതു കാര്യമാണെങ്കിൽ അവിടെ ജനങ്ങളെ സൗകര്യത്തിനുള്ള എല്ലാ സ്വയം ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുത്തിട്ടില്ല. അതിൽ പ്രതിഷേധമുണ്ട്, അതിൽ പരാതിയുണ്ട്. ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട്, പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇനി പുതിയൊരു അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഡേറ്റ് ഇട്ട് തരണം ഇവിടുന്ന്. അത് വേണ്ടി പുതിയ അപ്പോയിൻമെൻറ്റ് ഒരുപാട് ദിവസങ്ങൾ കാത്തിക്കണം. എമർജൻസി കേസുകൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ബുദ്ധിമുട്ടില്ല. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് ഇന്ന് ഈ ഡേറ്റ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഇനി മാസങ്ങളോളം കാത്തു നിൽക്കണം അടുത്ത ഡേറ്റിന് വേണ്ടി എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഈ കൂട്ടത്തിൽ നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ നിന്ന് പോകേണ്ട ആളുകൾ ഉൾപ്പെടെ കാലാവധി കഴിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ലാസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അടുത്തൊരു വർക്കിംഗ് ടൈമിൽ തന്നെ അത് കൊടുക്കാനുള്ള സംവിധാനമാണ്. ഇനി ഒരു ഡേറ്റ്, നീണ്ട ഡേറ്റ് കിട്ടി. ഓഫീസ് അധികൃതരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമോ? ഈ സർവർ തകരാറൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ അത് എപ്പോൾ പരിഹരിക്കാനാകുമെന്നും ഇന്നത്തെ ഡേറ്റുള്ള ആളുകൾക്ക് അടുത്ത ഡേറ്റിൽ തന്നെ കൊടുക്കും. അടുത്ത വർക്കിംഗ് നീണ്ടു കൊടുത്തിട്ട് കാര്യമില്ല. പ്രധാനമായി നമ്മൾ ഈ ഓഫീസ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, സർവർ തകരാറ് സൗത്ത് ഇന്ത്യ ആകെ ഉണ്ട്. അവർക്ക് ഇതുവരെ ഒരു ഇൻസ്ട്രക്ഷനും ലഭിച്ചിട്ടില്ല. കാരണം 1300ഓളം വർക്കുകൾ ഒരു ദിവസം ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നുപോലും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി. ഇവിടെ ഉള്ളിലുള്ള സ്റ്റാഫുകളൊക്കെ നിസ്സഹായരായി നിൽക്കുകയാണ്. റീജിയണൽ തലത്തിൽ നിന്ന് ഒരു അറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇവിടെ എത്തിയ ആളുകൾക്ക്, അതായത് സർവർ റെഡിയാകുകയാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ള ആളുകളെ പരിഗണിച്ച് അതിൽ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കേസുകൾ എടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അപ്പോഴും ഒരുപാട് പേര് ഇവിടെ ബാക്കിയാണ്. ദിവസേന 1300, 1200 സേവനങ്ങൾ ചെയ്യുന്ന ഇടമാണ്. 1 മണിയായിട്ട് പോലും ഒരു സേവനങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. പ്രവാസികളെ സംബന്ധിച്ചാണ്. കാരണം തിരിച്ചു പോകേണ്ട വിസയുടെ കാലാവധി ഉൾപ്പെടെ കഴിയുന്ന സാഹചര്യമുണ്ട്. ശരി, ഏതായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അവിടെ എത്തിയ ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്.